ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ്. അങ്ങനെ 5 മുട്ട നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അതിന് വേണ്ടുന്ന 2 ഉള്ളി ചെറുങ്ങനെ തറച്ചിട്ടിട്ട് മുറിച്ചിടുക, 3-5 പച്ചമുളക്, പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ്, പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി, 3-5 പച്ചമുളക് മുറിച്ചിട്ട് മല്ലിച്ചപ്പ് മുറിച്ചിട്ട് കറിവേപ്പില ഇട്ട്, പിന്നെ നമ്മളെ 1/2 ടീസ്പൂൺ നമ്മളെ കാശ്മീരി മുളക്, പിന്നെ കടലമാവ് കുറച്ച്, മൈദ കുറച്ച് കൂടുതലോ. നമുക്ക് പാകത്തിനുള്ള കണക്കിന് നോക്കിയിട്ടെടുക്കാം. നമുക്ക് 2 ഉള്ളിക്കുള്ള ഇതാണ് ഞാൻ എടുത്തത്. 3-4 ഉള്ളി എടുക്കുന്നുണ്ട്, അതിന് കണക്കായിട്ടുള്ള. അങ്ങനെ കുറച്ച് വെള്ളമെല്ലാം വന്നിട്ട് നമുക്ക് നല്ലോണം യോജിപ്പിക്കാം. നല്ലോണം യോജിപ്പിച്ച് നല്ലോണം ഇതായി കഴിഞ്ഞാൽ നമ്മളെ മുട്ട വേവിച്ചെല്ലാം വെച്ച് തോടെല്ലാം പോക്കി വെച്ചതാ. കുക്കറിൽ ഒരു പിസിലിടിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മുട്ട വെന്ത് എത്രയും പെട്ടെന്ന് മുട്ട വെന്തിട്ട് കിട്ടും. അങ്ങനെ നമ്മളെ മാവ് നല്ലോണം റെഡിയായി. അങ്ങനെ മുട്ട മുറിച്ചിട്ട് വെക്കുമ്പോൾ മുട്ട മാവ് അതിൻ്റെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ മുട്ട പൊട്ടിത്തെറിക്കും നെയ്യിലിട്ടാൽ. അങ്ങനെ മുട്ടയെല്ലാം വെന്ത് അങ്ങനെ 4 കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ടതാ. ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് മുറിച്ച്. അങ്ങനെ നമുക്ക് സൺഫ്ലവർ ഓയിൽ അയക്കുന്ന വെളിച്ചെണ്ണയിലും പൊരിക്കാം, സൺഫ്ലവർ ഓയിലും ഒക്കെ ഏത് നെയ്യിൽ നമുക്ക് പൊരിച്ചിട്ടെടുക്കാം. അങ്ങനെ എണ്ണയെല്ലാം ചൂടായതിന് ശേഷം നമുക്ക് ഓരോരോ കഷ്ണം മുട്ട അതിലിട്ടിട്ട് ഇങ്ങനെ ആക്കുക. അങ്ങനെ മുട്ട നല്ലോണം മൂടണം, മൂടിയിട്ടില്ലെങ്കിൽ നമ്മളെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട്. അടിപൊളി ടേസ്റ്റുള്ള മുട്ട ബജിയായിട്ട് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് എല്ലാവരും അടിക്കണം. ലൈക്ക് അടിച്ചാലാണ് നമ്മളെ വീഡിയോ എല്ലാവർക്കും എത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മളെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് നെയ്യെല്ലാം നല്ലോണം ചൂടായതിൻ്റെ ശേഷം നമ്മൾ ഓരോന്നോരോന്ന് പൊരിച്ചിട്ടെടുക്കുന്നു. അടിപൊളി ടേസ്റ്റ്. ഇതിനെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. വേഗം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. 2 ഉള്ളി നല്ലോണം തറച്ചിട്ട് മുറിച്ചിട്ട് കുറച്ച് മൈദയും കുറച്ച് കടലമാവ് ഇല്ലെങ്കിലും സാരമില്ല, മൈദ മാത്രം മതി. അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള മുട്ട ബജി റെഡിയായി വന്നു. എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമ്മൾ പൊരിച്ചെടുക്കുന്നതാണ്. നമുക്ക് വൈകുന്നേരത്തെ ചായക്കടിക്കും ആൾ വന്നാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഇതാ. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ബൈ.